മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെയാണ്. കാരണം എന്താ? ഓന്റെ എല്ലാ അവസ്ഥയും അവനിക്ക് ഖൈർ തന്നെ. അവൻ നന്ദി ചെയ്യും, ഫകാന ഖൈറൻ ലഹു, അതവനിക്ക് ഖൈറാണ്. അല്ലാഹു നമ്മളെ എന്തായിരുന്നാലും പരാജയപ്പെടുത്തും. നന്ദിയുള്ള അടിമകളായി തീർന്നാൽ ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദി ഉണ്ടായാൽ അല്ലാഹു എന്താക്കും? നമുക്ക് അധികരിപ്പിച്ചു തരും. എന്താണ് ഈ ശുക്ർ? നന്ദി എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് നന്ദി എന്ന് പറഞ്ഞാൽ? മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു ശുക്രിന് നിർവചനം പറഞ്ഞത് കിതാബുകളിൽ കാണാം. എന്താണ് ശുക്ർ എന്ന് പറഞ്ഞാൽ? ശുക്ർ 3 രൂപത്തിലാണ് ഉണ്ടാവേണ്ടത്. ഒന്ന് ഹൃദയത്തിലാണ്, മനസ്സിൽ ശുക്ർ ഉണ്ടാവാം. ഈ മനസ്സിലുള്ള ശുക്ർ എന്താണ്? അള്ളാഹു ആണ് എനിക്ക് നൽകിയതൊക്കെ, എനിക്ക് സമ്പത്ത് തന്നതും എനിക്ക് കുടുംബം തന്നതും എനിക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്നത് എന്റെ റബ്ബാണ് എന്ന ബോധം മനസ്സിലുണ്ടാവലാണ് ഹൃദയത്തിന്റെ നന്ദി എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുക. രണ്ടാമത്, അത് മാത്രം പോരാ, നാവിലും ആ നന്ദി പ്രകടമാകണം. നാവിലൂടെ നന്ദി എങ്ങനെ പ്രകടിപ്പിക്കേണ്ടത്? അത് അൽഹംദുലില്ലാ എന്ന് പറയലാണ്. എല്ലാ സമയത്തും അൽഹംദുലില്ലാ പറയണം എന്നാ, പ്രയാസത്തിലും പറയണം. കാരണം നമുക്ക് നൽകിയ, അള്ളാഹു നൽകുന്ന ഈ പ്രയാസം അത് മറ്റൊരു സമയത്ത് അനുഗ്രഹമായിരിക്കും. അള്ളാഹു നമുക്കിപ്പോ രോഗം തരുന്നത് നാളെ മരിച്ചു എന്നാൽ അള്ളാഹു നൽകേണ്ട ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് ഹദീസിലുണ്ട്. രോഗങ്ങൾ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്നത് അവന്റെ ദോഷം പൊറുപ്പിക്കാനാണ്. അപ്പൊ രോഗം തരുന്നതിൽ പ്രയാസപ്പെടേണ്ടയില്ല, അതും അള്ളാഹ്ക്ക് നന്ദി ചെയ്യേണ്ട തന്നെയാണ്. അതുകൊണ്ട് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഹബീബായ തങ്ങൾ പറയാ, മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെയാണ്. കാരണം എന്താ? ഓന്റെ എല്ലാ അവസ്ഥയും അവനിക്ക് ഖൈർ തന്നെയാണല്ലോ. ഓന്റെ എല്ലാ അവസ്ഥയും ഓൻക്ക് ഖൈറാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലി മുഅ്മിൻ, മുഅ്മിനല്ലാതെ അത് കിട്ടൂലട്ടോ. ഈമാൻ ഉള്ളവർക്ക് മാത്രമേ എല്ലാ അവസ്ഥയും ഖൈറാവുകയുള്ളൂ. ഇൻ അസാബതുഹു സറാഉ ശകർ, അവനിക്കൊരു സന്തോഷം വന്നാൽ അവൻ നന്ദി ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അതവനിക്ക് ഖൈറാണ്. കാരണം നന്ദി ചെയ്താൽ അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കും. വഇദാ അസാബതുഹു ദറാഉ, അവനിക്ക് വലിയ പ്രയാസം നേരിട്ടാൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവനിക്ക് ഖൈർ തന്നെയാണ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിൽ വിശ്വസിച്ച ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ എല്ലാ സമയവും എല്ലാ പ്രയാസങ്ങളും എല്ലാ എളുപ്പവും അവനിക്ക് ഖൈർ തന്നെയാണ്. നന്മ ഉണ്ടാകുമ്പോ നന്ദി പറയും, പ്രയാസം ഉണ്ടാകുമ്പോ ക്ഷമിക്കും. ഇതൊക്കെ അവനിക്ക് ആഖിറത്തിൽ ഖൈറാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി